അത് ആ കുട്ടി ജോബിനെ മനഃപൂർവ്വം വഴിതെറ്റിക്കാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് എനിക്കും തോന്നിയിരുന്നു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കഥകളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആരും ഒരു കോംപ്രമൈസിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടം. വിജയ്, ഞാനൊരു കാര്യം തുറന്നു പറയാം. മാളുവും ജോബിനും, അല്ലെങ്കിൽ ജോബിനും അലീനയും, അതും അല്ലെങ്കിൽ മാളുവും അപ്പുവും, ഇവര് തമ്മിലുള്ള ഇഷ്യൂ അല്ല ഞാനും ജോബിനുമായുള്ള ഇഷ്യൂ. കുഞ്ഞുനാൾ മുതൽ എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വളർന്നു വന്ന ഒരാൾ എന്റെ മിനിമത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവന് മാക്സിമം നൽകി. അപ്പോ ഒരമ്മ എന്ന രീതിയിൽ അവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ചില എത്തിക്സ് ഉണ്ട്. വിജയ്ക്കറിയാലോ, കണിശക്കാരിയായ ഒരമ്മയൊന്നും ആയിരുന്നില്ല ഞാൻ. ഒരു ഫ്രണ്ടിനോടെന്ന പോലെ എല്ലാം ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു തന്നെയാ ഞാൻ അവനെ വളർത്തിയത്. മാളുവിനോടുള്ള അവന്റെ ഇഷ്ടം അറിഞ്ഞപ്പോ സുഹൃത്തുക്കളായിട്ട് പോലും മുരളിയോടും അശ്വതിയോടും അവന് വേണ്ടി യാചിച്ചവളാ ഞാൻ. അങ്ങനെയൊക്കെ പിന്തുണയുമായി നിന്ന ഒരമ്മയെ ഒരു മകൻ കള്ളം പറഞ്ഞ് പറ്റിക്കാന്ന് പറയുമ്പോ സോറി വിജയ്, എനിക്കതിപ്പോഴും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. ഡേസി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. ഡേസിയുടെ ആർഗ്യുമെന്റ്സും വളരെ ജെനുവിനാ. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ജോബിന് ഡേസിയോടും മാളുവിനോടും അങ്ങനെ ഒരു കള്ളം കാണിക്കാനും പറയാനും തോന്നി. അതിന്റെ അനന്തരഫലം ഇപ്പൊ ജോബിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മാളുവുമായിട്ടുള്ള ബന്ധം സ്ട്രെയിൻ ആവുന്നതിനേക്കാൾ അയാളെ മാനസികമായി ഉലയ്ക്കുന്നത് ഡേസിയുടെ പ്രതിഷേധമാണ്. മമ്മിയുടെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട ഒരു ട്രോമയിലാണ് അയാളിപ്പോൾ. ആ വിശ്വാസവും സ്നേഹവും അയാൾക്ക് തിരിച്ചു കിട്ടുന്ന ഉറപ്പായാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. വിജയ് പറ, ഞാൻ എന്താ വേണ്ടത്? ഡേസിയുടെ ചോദ്യം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ജോബിനോട് ക്ഷമിക്കാൻ ഡേസിക്ക് കഴിയണം. ഒരു അമ്മ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ഗുരു എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും അങ്ങനെയെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മമ്മി അയാളെ വെറുത്തു തുടങ്ങി എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ സങ്കടം. ആ സങ്കടത്തിൽ നിന്ന് തന്നെയാണ് അയാളെ പുറത്തു കൊണ്ടുവരേണ്ടത്. സ്വന്തം കുഞ്ഞിനോടുള്ള നിലപാടിൽ എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പുവിനെ ഇപ്പോൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ ആ തെറ്റിന് ഇപ്പോൾ പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പ്രായശ്ചിത്തം ഡേസിയിൽ നിന്ന് ജോബിനും പ്രതീക്ഷിക്കാലോ. എല്ലാവർക്കും ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന നിലപാടാണ് പ്രശ്നമെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ആലോചിച്ചാൽ പോരാ, ഡേസി എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വൈകുന്തോറും ഡേസിയുടെ കുടുംബം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് മറ്റു 2 കുടുംബങ്ങൾ കൂടിയാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. നേരിൽ കണ്ട് അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഡേസി നന്നായിട്ടൊന്ന് ആലോചിക്കുക, എന്നിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഡേസി. ശരി, അപ്പോ കാര്യം അയാളെ അയാളുടെ കൊച്ചിനെയൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ ഇപ്പം അയാൾ ഇവിടെ ഇരുന്ന് പറഞ്ഞത് 100% സത്യമുള്ള കാര്യമാണ്. ദേശമോ, ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇപ്പം ജോക്കുട്ടനെ നീ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ കർത്താവ് തമ്പുരാൻ പോലും നിന്നോട് പൊറുക്കുകയല്ല. നീ ഇവിടെ പനിയും ജ്വരവും പിടിച്ചു കിടന്നപ്പോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ? അത് സ്വപ്നമായിരുന്നില്ല. നിന്നോട് ഞാൻ ഇതുവരെ അത് പറഞ്ഞില്ല. പറയരുന്നു ജോക്കുട്ടൻ വാശി പിടിച്ചിരുന്നു. പക്ഷേ ഇനിയും ഞാനത് പറയാതിരുന്ന എൻ്റെ ചെറുക്കനോട് ഞാൻ ചെയ്യുന്ന ചതിയായിരിക്കും. നീ പനിച്ചു വിറച്ച് കിടന്നപ്പോൾ ആ രാത്രി മൊത്തം നിന്റെ അടുക്ക് വന്ന് കൂട്ടിയിരുന്നതും നിനക്കുള്ള മരുന്ന് തരുകയൊക്കെ ചെയ്തത് ജോക്കുട്ടനാ. അത് സ്വപ്നമല്ലായിരുന്നു ഡേസുമ്മ, അത് അവൻ തന്നെയായിരുന്നു. മക്കളെ നന്നാക്കാൻ വേണ്ടി വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത്. അതോർത്തോ?
താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചായ ചൂടുണ്ടേ. ആ നീ ഇതെങ്ങോട്ടാ മാളു? എനിക്കൊന്ന് പുറത്തു പോകണം. അതെങ്ങോട്ടാന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? എന്ത് അപ്പുനെ കാണാൻ വലുതാണോ നീ പോന്നെ? ആണെങ്കി അത് വേണ്ട. ഞാൻ അപ്പുവിന്റെ അടുത്തേക്കല്ല പോകുന്നത്. പിന്നെ എങ്ങോട്ടാണെന്നാ ചോദിച്ചത്? എനിക്ക് അഡ്വക്കേറ്റിനൊന്ന് കാണണം. പിന്നെ 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒരു കാര്യം ചെയ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. എനിക്കും ടൗണിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ഞാൻ നിന്നെ വക്കീലിന്റെ അടുത്ത് വിടാം. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. അതെന്താ വേണ്ടാത്തത്? ഇനി നീ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ പോയാ മതി, അല്ലെങ്കിൽ ഞാൻ വരാൻ നിന്റെ കൂടെ. അതെന്തിനിപ്പോ അങ്ങനെ റിസ്കോട്ട്? ഞാനിതുവരെ തനിച്ചല്ല എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. വക്കീലിനെ കാണേണ്ട കാര്യത്തിന് അച്ഛൻ വരേണ്ട കാര്യമൊന്നുമില്ല. തനിച്ചു പോയെടുത്തോളൊക്കെ മതി. ഇനി ഞങ്ങൾ ഒരാളുടെ കൂടെ നീ എവിടെയെങ്കിലും പോയാ മതി. അമ്മേ, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. കേസിന്റെ കാര്യത്തില് വേറെ ആരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെയല്ല, നിന്റെ ഇഷ്ടത്തിന് വിട്ടുതരാൻ ഇനിയിപ്പൊ ഞങ്ങക്ക് മനസ്സില്ല. അങ്ങനെ തനിച്ച് നീ നിന്റെ കാര്യങ്ങൾ നടത്തുകയും വേണ്ട. അത് അമ്മ മാത്രം പറഞ്ഞാ പോരല്ലോ. ദേ അച്ഛാ, എനിക്ക് പുറത്തു പോണം. ആവശ്യമില്ലാതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്ന കണ്ടോ? അശ്വതി, അവള് പോയിട്ട് വരട്ടെ. ഒന്ന് നിന്നേ. പോകുന്നത് വക്കീലിനെ കാണാൻ തന്നെ ആണല്ലോ അല്ലേ? ശരി, പോയിട്ട് വാ. അധികം ലേറ്റ് ആവരുത്. കൊള്ളാം, മുരളിയേട്ടൻ തന്നെ ഇനി മുതൽ അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളെ തനിച്ചു വിട്ട എന്തിനാ? അതിനവളെ തനിച്ചു വിട്ടെന്ന് ആരാ പറഞ്ഞത്? ഞാനിപ്പോ അവളുടെ പിന്നാലെ ഇറങ്ങല്ലേ. ഈ പോക്ക് കണ്ടിട്ട് വക്കീലിനെ കാണാൻ പോവാന്ന് തോന്നുന്നില്ല. ഇത് അപ്പൂനെ കാണാനുള്ള പോക്കാ. ആ, നമ്മുടെ കണ്ണു വെട്ടിച്ച് അവൾ എവിടെ വരെ പോകുന്നു നോക്കട്ടെ. ഞാനിപ്പോ വരാം. അല്ല, ചായ കുടിക്കുന്നില്ലേ? പിന്നീടാവട്ടെ. ശാലിനി, അവരെപ്പോഴാ വരാന്ന് പറഞ്ഞത്? അത് ഫേഷ്യൽ മാത്രമല്ലേ ഉള്ളൂ. അത് ശാലിനിക്ക് മാനേജ് ചെയ്യാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഉച്ചകഴിഞ്ഞ് അവർ വണ്ടി അയക്കാന്നാ പറഞ്ഞത്. അവിടെ എത്തി ഓർണമെന്റ്സും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ശരി. അത് കഴിയുമ്പോൾ ശാലിനി ഒന്ന് വിളിക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ആന്റി ഇന്ന് പാർലറിൽ പോയില്ലേ? ഇല്ല, ഉച്ച കഴിഞ്ഞ് ഒരു റിസപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് പാർലറിലെ കാര്യം സ്റ്റാഫിനെ ഏൽപ്പിച്ചു. മാളു എന്താ വന്നത്? ഞാൻ അപ്പുനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. നിന്നെ അപ്പു ഇവിടെ ഇല്ലല്ലോ. അപ്പു ഇവിടെ ഇല്ലേ? എവിടെ പോയി? അപ്പു രാവിലെ പുറത്തേക്ക് പോയതാ. ഉടനെ എങ്ങാനും വരുമോ ആന്റി? ഞാൻ വെയിറ്റ് ചെയ്യാം. അതെനിക്കറിയില്ല. മാളു വെയിറ്റ് ചെയ്യണ്ട. അപ്പു വരാൻ ചിലപ്പോൾ ലേറ്റ് ആയെന്നിരിക്കും. ആന്റി, ആന്റി എന്നോട് കള്ളം പറയല്ലേ? അപ്പു എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ആന്റി എന്നോട് വെറുതെ നുണ പറഞ്ഞതല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, മാളു പോവാൻ നോക്ക്. എന്താ ആന്റി, എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പ്ലീസ് മാളു, നീ ഇപ്പൊ പോവാൻ നോക്ക്. ഇല്ല, അപ്പുനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മാളു, അവിടെ നിന്നേ. നിന്നോട് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പു ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. ആന്റി, ആന്റി എന്താ ഇങ്ങനെ? അതെ, ആന്റി അങ്കിൾ ഇനി മുതൽ എങ്ങനെയൊക്കെ ആയിരിക്കും. നീ വേഗം പോവാൻ നോക്ക് മാളു. പറഞ്ഞു കേട്ടില്ലേ? പോവാൻ.
നടക്കു വീട്ടിലേക്ക്. അപ്പു, മാളു നിന്നെ കാണാൻ ഇപ്പൊ വന്നിരുന്നു. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? നീ എന്നോട് ദേഷ്യപ്പെടരുത്. നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് അവളെ ഞാൻ തിരിച്ചയച്ചു. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞത് അവള് വിശ്വസിച്ചോ? ഞാൻ അങ്ങനെ പറഞ്ഞത് അവക്കത്ര വിശ്വാസമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതിലൊരു സംശയം വേണ്ട. അമ്മ പറഞ്ഞത് അവക്കൊട്ടും വിശ്വാസമായിട്ടില്ല. അതവളുടെ മടങ്ങിപ്പോക്ക് കണ്ട് അറിയായിരുന്നു. നീ മാളൂനെ കണ്ടോ? ഉം. ഞാൻ പറഞ്ഞത് വിശ്വാസമാകാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. നിന്നെ കാണാൻ റൂമിലേക്ക് വരാൻ തുടങ്ങിയതാ മാളു. കാണാൻ പറ്റില്ലെന്ന് ഞാൻ അല്പം ഹാർഷായിട്ടാ പറഞ്ഞത്. പാവം, അവക്ക് നല്ല സങ്കടമായെന്ന് തോന്നുന്നു. അതമ്മ കാര്യമാക്കണ്ട. ഇതുപോലെ ഇൻസൾട്ടഡായി ഞാനും അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതിനുള്ള ഒരു സ്വീറ്റ് റിവെഞ്ചായി കരുതിയാൽ മതി. ഇപ്പൊ സ്കോർ ബോർഡിൽ 1-1 ഇനി അടുത്തത് അവരുടെ ടേണാ. സ്കോർ കയറാതെ പിടിച്ചു നിർത്തേണ്ട ചുമതല നമ്മുടേതും, അല്ലേ അമ്മ? ആ പാവത്തിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിലും പെരുമാറിയതിലും എനിക്ക് സങ്കടമുണ്ട് അപ്പോ. പക്ഷെ അല്ലാതെ എന്താ ചെയ്യാ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ? അതിന് അമ്മ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ ചെയ്തു തന്നെയാ ശരി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനും ആളും തമ്മിൽ കാണാതിരിക്കുന്ന തന്നെയാ നല്ലത്. എനിക്കറിയാം, ഈ ജനാധിപത്യവും ജെൻഡർ ഇക്വാലിറ്റിയും ഒക്കെ പുറത്ത് നമ്മുടെ വീടിന്റെ പടിവരെ ഉള്ളൂ എന്ന് ആരോ പറഞ്ഞത് എത്രയോ സത്യം. അകത്ത് നമ്മൾ ഇപ്പോഴും തനി യാഥാസ്ഥിതികരും മൂരാച്ചികളൊക്കെ തന്നെയാ, അല്ലേ അമ്മ? പുരുഷനായ ഞാൻ അവളെ കാണാൻ അങ്ങോട്ട് ചെന്നാ പ്രശ്നം, അവൾ ഇങ്ങോട്ട് വന്നാൽ അത് അതിലും വലിയ പ്രശ്നം. ഒളിച്ചോടാൻ നോക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ പ്ലാൻ ചെയ്യുന്നു. എന്തൊക്കെ കഥകളമ്മേ. അപ്പോ ഇതിനൊന്നും വഴിയൊരുക്കിയത് ഞങ്ങളാരുമല്ല, നീ മാളും തന്നെയല്ലേ. അതെന്താ നീ പറയാത്തത്? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അമ്മേ. കഥയിലെ നായകനും നായികയും വില്ലനും വില്ലത്തിയും എല്ലാം അപ്പവും ആളും തന്നെയാണല്ലോ. തമ്മി കണ്ട അപ്പോഴേ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെടുക്കുന്ന മനോരോഗികൾ. അതാണല്ലോ ഞങ്ങള്. അമ്മേ, മാളു വല്ലാത്തൊരു ട്രോമയില്ല. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? മുൻപ് എനിക്കും ഇതേ ഒരു അവസ്ഥ ഉണ്ടായിരുന്നപ്പോ എന്നെ ആശ്വസിപ്പിക്കാനും ആ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും അവളെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പ്രസൻസ് എനിക്ക് എത്രമാത്രം ആശ്വാസമായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതേപോലൊരു സിറ്റുവേഷനിലൂടെയാ അവളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അവളുടെ മനസ്സിൽ അപ്സൈഡായിട്ടുള്ള പല ചിന്തകളും തീരുമാനങ്ങളും ഉണ്ടായിരുന്നിരിക്കും. ഒപ്പം നിന്ന് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട കടമ എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോ അതെനിക്കോ വിപിക്കോ മനസ്സിലാകാഞ്ഞിട്ടല്ല. മാളുവിന്റെ പ്രശ്നങ്ങള് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞാനും വിപിയൊക്കെ ശ്രമിക്കുന്നത്. പിന്നെ ഇപ്പം മാളുവിനോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നതിന്റെ കാരണം അതെന്തുകൊണ്ടാന്ന് ഞാൻ പറയാതെ തന്നെ അപ്പൂന് അറിയാലോ. ആഗ്രഹിച്ച പോലൊരു ജീവിതം തിരഞ്ഞെടുത്ത് പോയതുകൊണ്ട് ഒരുപാടിടത്ത് നീ അപമാനിക്കപ്പെടുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും ഒഴിവാക്കപ്പെടുന്നതും കണ്ടും കേട്ടും മതിയായപ്പോ മുരളി അശ്വതിയും മാളുവിനേക്കാൾ കൂടുതൽ ഭയക്കുന്നതും സംശയിക്കുന്നതും ഇപ്പോഴും നിന്നെയാ. ഇനി ആർക്കും അങ്ങനെ ചവിട്ടി മെതിക്കാൻ നിന്നെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോ. അതുകൊണ്ടാ അവളോടിപ്പോ എനിക്ക് ഇങ്ങനെ പെരുമാറേണ്ടി വന്നത്. നീ ക്ഷമിക്ക്. ഞാനിവിടെ പാർക്കിംഗ് സ്പേസിലുണ്ട്. ഒരു ഗ്രേ ഇന്നോവ. ഞാൻ കണ്ടു. ആ ഡോക്ടറെ കണ്ടു.
ഡോക്ടർ അലീനല്ലേ? അതെ. ഞാൻ ഡോക്ടർ അലീനോട് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാണ് വന്നത്. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. എന്താ കാര്യം പറഞ്ഞോളൂ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? നമ്മൾ ആദ്യമായിട്ടാണ്. ആ, ആ, എന്താ സാറിന് പറയാനുള്ളത്? കാണുന്നത് ആദ്യമായിട്ടാണെങ്കിലും അലീനയ്ക്ക് അറിയാവുന്ന ചിലരെ എനിക്കും അറിയാം. അങ്ങനെ വേണമെങ്കിൽ ഒരു പരിചയമുണ്ട്. അലീനയുടെ ഫ്രണ്ട് ഡോക്ടർ ജോബിൻ, അയാളുടെ മമ്മി ഡെയ്സി, വൈഫ് മാളവിക, ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മാളുവിൻ്റെ ഫ്രണ്ട് അപ്പുവിൻ്റെ ഫാദറാണ് ഞാൻ. ഓ, എങ്കിൽ പിന്നെ തുടക്കത്തിലെ സാർ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇത്ര വളഞ്ഞു ചുറ്റേണ്ട കാര്യമില്ലായിരുന്നു. ആട്ടെ, എന്നെ എന്തിനാ കാണാൻ വന്നത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, അലീനയുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാനൊന്ന് ഇടപെട്ട് അല്പം സംസാരിച്ചോട്ടെ. പൊതുവേ എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, എങ്കിലും ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്താ സാറിന് അറിയേണ്ടത്? മാളും അപ്പവും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറയാതെ തന്നെ അലീനയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. അലീന അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഏത് തരത്തിലാണ് കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ജനനം മുതൽ അവർ കൂട്ടുകാരായതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മകളല്ല, മകനാണ്. അറിയാം സർ. അതേ ചൊല്ലി ജോബിനും മാളവികയും തമ്മിലുള്ള റിലേഷൻ സ്ട്രെയിൻഡ് ആയ കാര്യമൊക്കെ ജോബിൻ പറഞ്ഞെനിക്കറിയാം. അതേ ചൊല്ലിയല്ലോ ജോബിനും മാളും തമ്മിലുള്ള റിലേഷൻ സ്ട്രെയിൻഡ് ആയത്. അതിൻ്റെ കാരണക്കാരി അലീനയല്ലേ? സോറി, ഇന്ന് സാറിനോട് ആരാ പറഞ്ഞ? ജോബിൻ പറഞ്ഞോ അതോ മാളവികയോ അതോ സാറിന്റെ മകൻ തന്നെ പറഞ്ഞോ? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, അതിൽ സത്യമുണ്ടെന്ന് അലീനയ്ക്കും അറിയാം, എനിക്കും അറിയാം. നോ, അതിലൊരു സത്യവും ഇല്ല. ആക്ച്വലി അവർ തമ്മിലുള്ള റിലേഷൻ വഷളായതിനു ശേഷമാണ് ജോബിന് ഞാനുമായി സ്നേഹത്തിലാവുന്നത്. അതിനുമുമ്പ് ക്യാമ്പസിൽ വെച്ച് ഞങ്ങൾ അടുപ്പത്തിലായിരുന്നു. പക്ഷേ ജോബിൻ വിവാഹിതനാണെന്ന് അറിഞ്ഞപ്പോ അയാൾ ഞാനൊരു കൊളീഗായി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ വിവാഹ ജീവിതത്തിലുണ്ടായ പരാജയം അയാളെ വീണ്ടും എന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അതാണ് ആക്ച്വലി സംഭവിച്ചത്. അതൊക്കെ അലീന മെനഞ്ഞുണ്ടാക്കിയ കഥയല്ലേ? നോക്കലില്ല, ഞാനൊരു തർക്കത്തിന് വന്നല്ല. ജോബിനും മാളും തമ്മിലുള്ള റിലേഷൻ അങ്ങനെ തല്ലിപ്പിരിയാൻ പാടില്ലാത്തതാണ്. അതിനിടയിൽ ഇപ്പോൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അലീനയാണ്. അതും ജോബിൻ പറഞ്ഞതാണോ സാറിനോട്? ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ പറഞ്ഞത് ആരാണെന്നതിന് പ്രസക്തിയില്ല. മാറ്ററിനാണ് എന്നെ സംബന്ധിച്ച് പ്രാധാന്യം. സോ പ്ലീസ്, അലീനയുടെ ഡാഡിയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കാണണം. ആ ഒരു സ്നേഹം കൊണ്ട് ഞാൻ പറയാ, അവരെ വെറുതെ വിടും. അവരുടെ റിലേഷനിൽ നിന്ന് അലീന പിന്തിരിയണം. കഴിഞ്ഞൊക്കെ ഒരു തമാശയെ കണ്ട് അലീന മറക്കണം. എങ്കിൽ മാളുവിനും ജോബിനും അവരുടെ ജീവിതം തിരിച്ചു കിട്ടും. എന്താ അലീനയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനിപ്പോ പ്രഗ്നന്റ് ആണ് സർ. എന്താ എന്താ പറഞ്ഞു? ഇനി പറ, ഞാനാണോ ജോബിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത് അതോ മാളവികയാണോ?